എന്നെ അവിടുന്ന് ഒരു അമ്മ വിളിക്കുകയുണ്ടായി. മകനെ, ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു, മരുന്ന് മാറിപ്പോവോന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. നമസ്കാരം, ഞാൻ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം ജവാദ് കുട്ടിച്ചിറയാണ്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനമായ കൊറ്റങ്കര പ്രാഥമിക ഹോസ്പിറ്റൽ ആശുപത്രി, അവിടെ ജനറേറ്റർ 2 മാസമായി ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. എന്നെ അവിടുന്ന് ഒരു അമ്മ വിളിക്കുകയുണ്ടായി. മകനെ, ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു, മരുന്ന് മാറിപ്പോവോന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലെ 9 മണിക്ക് പോയ കറണ്ടാണ്, വൈകുന്നേരം 6 മണിക്ക് ശേഷമേ കറണ്ട് വരുത്തേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അകം മൊത്തം ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് നഴ്സുമാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവർ ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ്. പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട്, പലർക്കും ട്രിപ്പിട്ട് കടത്തിയേക്കുന്നു. ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ്, മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. മരുന്ന് മാറി പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കോഴിയുടെ ഒക്കെ പടം ഇരിക്കുന്നില്ല, അതിലേക്കൂടെ ഒരു റോട്ടുണ്ടല്ലോ അപ്പുറം. നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം ഊറ്റം കൊള്ളുന്ന കേരളത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളാണിത്. അതിസൂക്ഷ്മതയോടെ നടത്തേണ്ട കുത്തിവെപ്പുകളാണ് ഈ മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകർ എടുക്കേണ്ടി വരുന്നത്. കൊല്ലം ജില്ലയിലെ കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ദൃശ്യം പുറത്തു വന്നത്. ഏതാണ്ട് 4 മാസമായി ഇവിടുത്തെ ഇൻവെർട്ടർ സംവിധാനം തകരാറിലായതോടെ കറണ്ട് പോയാൽ തന്നെ കുത്തിവെപ്പ് എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതാണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ മൊബൈൽ വെളിച്ചത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിൽ സൂക്ഷ്മതയോടെ നടത്തേണ്ട കുത്തിവെപ്പുകളെ മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ എടുത്തു നൽകേണ്ടി വരുന്നത്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവിടുത്തെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിലനിൽക്കുന്ന വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെ പലതവണ ചെന്ന് ആശുപത്രി അധികൃതരോടൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടും വെളിച്ചം നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ അധികൃതർ തയ്യാറായില്ല. അത് മാത്രമല്ല, പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് മെമ്പർ പലതവണ ഇത് പറഞ്ഞിട്ടും HMC ആണ് ഇതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്, പഞ്ചായത്തിൽ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ഇതിൻ്റെ പഞ്ചായത്ത് അധികൃതരുടെയൊക്കെ ഭാഗത്തു നിന്നും പുറത്തു വന്നതെന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ദൃശ്യമാണ് ഈ പുറത്തു വന്നത്. വളരെ സൂക്ഷ്മതയോടെ നടത്തേണ്ട, രോഗങ്ങൾക്ക് നടത്തേണ്ട കുത്തിവയ്പ്പുകളാണ് ഇത്തരത്തിൽ മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ എടുത്തു നൽകേണ്ടി വരുന്നത്. ഈ ആശുപത്രിയിൽ ജനറേറ്റർ സംവിധാനമില്ലായിരുന്നു, ഇൻവെർട്ടറായിരുന്നു ആകെ ഉണ്ടായിരുന്ന. ഇൻവെർട്ടർ തകരാറിലായിട്ട് ശരിയാക്കി നൽകാൻ അധികൃതർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിൽ വളരെ ഗുരുതരമായേക്കാവുന്ന രീതിയിൽ മൊബൈലിൻ്റെ അരണ്ട പ്രകാശത്തിൽ ഈ കുത്തിവയ്പ്പുകൾ എടുത്തു നൽകേണ്ടി വരുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ ഇൻവെർട്ടർ ചീത്തയായിട്ട് 2.5 മാസം പിന്നിടുന്നു. ഇൻവെർട്ടർ ചീത്തയായിട്ട് ഇതേവരെ യാതൊരു നടപടിക്രമങ്ങളുമില്ല. ചില ദിവസങ്ങൾ കറണ്ട് പോയാൽ പെട്ടെന്ന് വരും, പക്ഷെ ചില ദിവസങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരം മാത്രമാണ് കറണ്ട് വരുന്നത്. ഇത്ര ഭയാനകരമായ ഒരു അവസ്ഥയാണ്. എന്തടിസ്ഥാനത്തിലാണ്, എന്ത് വിശ്വസിച്ചാണ് രോഗികൾ വരുന്നത്?